എല്ലാവർക്കും കോമ്പറ്റേറ്ററിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഇന്ത്യൻ എക്കണോമിക് പ്ലാനിങ്ങിൻ്റെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സസ് ആയിരുന്നു കണ്ടിരുന്നത്. എന്താണ് 5 ഇയർ പ്ലാൻസ്, 5 ഇയർ പ്ലാൻസിന് പിന്നിലുള്ള ഹിസ്റ്ററി എന്തൊക്കെയാണ്, ആരൊക്കെയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാനിങ് ഏതൊക്കെയാണ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കിയിരുന്നു. ഇമ്പോർട്ടൻ്റ് ഏരിയ തന്നെയായിരുന്നു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. 5 ഇയർ പ്ലാൻസ് ഓരോന്നും എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ടാണ് നോക്കാൻ പോകുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റ് 5 ഇയർ പ്ലാൻ എന്താണ് എന്നും എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു പ്ലാനിലൂടെ ചെയ്തത്, എന്തൊക്കെ പദ്ധതികൾ നടപ്പിലാക്കി, ഇത്രയും കാര്യങ്ങളാണ് നോക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് ക്വസ്റ്റ്യൻസ് ഈ ഏരിയയിൽ നിന്ന് ധാരാളമായി ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു സീരിയസ്നെസ്സോട് കൂടി തന്നെ എല്ലാവരും നോട്ട്സ് പ്രിപ്പയർ ചെയ്യുകയും ക്ലാസ് കേൾക്കുകയും ചെയ്യുക. നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് 5 ഇയർ പ്ലാന് എന്നാണ് നമ്മുടെ പ്ലാനിംഗ് കമ്മീഷൻ ഫോം ചെയ്തത്? 1950 അപ്പോൾ പ്ലാനിംഗ് കമ്മീഷൻ്റെ ഇൻട്രൊഡക്ഷന് ശേഷം ഉണ്ടായിട്ടുള്ള ആദ്യത്തെ പഞ്ചവത്സര പദ്ധതിയാണ് 1951 to 56 നടപ്പാക്കിയത്. അപ്പോൾ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലാവധി എന്ന് പറയുന്നത് 1951 മുതൽ 1956 വരെയായിരുന്നു. നമ്മുടെ ഇന്ത്യ ഇൻഡിപെൻഡൻസ് ആയതിന് ശേഷമുള്ള 5 ഇയർ പ്ലാനാണ് ഇത്. അതിൻ്റെ ഇയർ എന്ന് പറയുന്നത് 1951 to 56 ആയിരുന്നു. ഇനി ഇത് ലോഞ്ച് ചെയ്തത് 1 April 1951 അണ്ടർ ദി ഗൈഡൻസ് ഓഫ് എ ന്യൂലി ഫോംഡ് പ്ലാനിംഗ് കമ്മീഷൻ. അപ്പോഴും പുതിയതായിട്ട് രൂപം കൊണ്ടിട്ടുള്ള പ്ലാനിംഗ് കമ്മീഷന് കീഴിൽ ആദ്യമായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള 5 ഇയർ പ്ലാനാണ് ഫസ്റ്റ് 5 ഇയർ പ്ലാൻ എന്ന് പറയുന്നത്. 1 April 1951 ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് അല്ലെങ്കിൽ അത് ലോഞ്ച് ചെയ്തത് എന്നാണ് 1 April 1951, ഒരു ഫിനാൻഷ്യൽ ഇയറിൻ്റെ തുടക്കമാണ്. അപ്പോൾ 1951 April 1 പ്ലാനിംഗ് കമ്മീഷൻ്റെ കീഴിൽ ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി നിലവിൽ വന്നു. ഇനി ഈ പഞ്ചവത്സര പദ്ധതി ഫസ്റ്റ് 5 ഇയർ പ്ലാനിൻ്റെ എയിംസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഇന്ത്യ ഇൻഡിപെൻഡൻ്റ് ആയതിന് ശേഷമുള്ള ഒരു ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ഒരു തുടക്കമാണ്. ആ ഒരു സമയത്ത് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു അഗ്രികൾച്ചറൽ ഓറിയൻറ്റഡ് കൺട്രി ആയിരുന്നു. ഇന്ത്യയുടെ GDPയിലേക്ക് ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്തുകൊണ്ടിരുന്നതും അഗ്രികൾച്ചർ സെക്ടർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ പ്രൈമറി ഇമ്പോർട്ടൻ്റ് ഫസ്റ്റ് 5 ഇയർ പ്ലാനിൻ്റെ പ്രൈമറി ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് എന്തിനാണ്? അഗ്രികൾച്ചർ ഗ്രോത്തിന് തന്നെയായിരിക്കും. അപ്പോൾ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ഫസ്റ്റ് എയിം അല്ലെങ്കിൽ മേജർ എയിം എന്ന് പറയുന്നത് അഗ്രികൾച്ചർ ഗ്രോത്ത്. ഇനി അഗ്രികൾച്ചർ ഗ്രോത്ത് ഉണ്ടാകണമെങ്കിൽ അവിടെ എന്ത് വേണം? ഇറിഗേഷൻ ഉണ്ടായിരിക്കണം. ജലസേചനം കൃഷിക്ക് ആവശ്യമാണ്. സോ അഗ്രികൾച്ചർ ഗ്രോത്ത്, ഇറിഗേഷൻ, പവർ ആൻഡ് ട്രാൻസ്പോർട്ട് ഇൻഫ്രാസ്ട്രക്ചർ. ഇനി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ് ഒക്കെ ആളുകളിലേക്ക് എത്തിക്കണമെങ്കിൽ എന്താണ്? ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ്, പവർ, ഇതൊക്കെ ആവശ്യമാണ്. സോ അടുത്ത ഒരു എയിം എന്ന് പറയുന്നത് പവർ ആൻഡ് ട്രാൻസ്പോർട്ട് ഇൻഫ്രാസ്ട്രക്ചർ ആണ്. നെക്സ്റ്റ് വൺ ഭക്ഷ്യ സുരക്ഷ, ഫുഡ് സെക്യൂരിറ്റി ഉറപ്പുവരുത്തുക. അഗ്രികൾച്ചർ ഗ്രോത്ത്, ഇറിഗേഷൻ, പവർ ആൻഡ് ട്രാൻസ്പോർട്ട് ഇൻഫ്രാസ്ട്രക്ചർ, ഫുഡ് സെക്യൂരിറ്റി, ഇൻഫ്ലേഷൻ കൺട്രോൾ ആൻഡ് സ്റ്റെബിലൈസേഷൻ ഓഫ് പ്രൈസ്. എന്താണ്? സാധനങ്ങളുടെയൊക്കെ പ്രൈസിൽ ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരിക. ഇൻഫ്ലേഷൻ കൺട്രോൾ മെഷേഴ്സ്. ഇന്ത്യ ഇൻഡിപെൻഡൻ്റ് ആയ ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ അവിടെ എന്താണ്? ഇൻഫ്ലേഷൻ കൺട്രോളും പ്രൈസ് സ്റ്റെബിലൈസേഷനും ഒക്കെ ആവശ്യമാണ്. നെക്സ്റ്റ് എയിം എന്ന് പറയുന്നത് റീഹാബിലിറ്റേഷൻ ഓഫ് റെഫ്യൂജീസ് ഹു ഹാഡ് മൈഗ്രേറ്റഡ് ഡ്യൂറിങ് പാർട്ടീഷൻ. നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇന്ത്യ വിഭജനത്തിന് ശേഷം ഒരുപാട് അഭയാർത്ഥികൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ അഭയാർത്ഥികൾക്കുള്ള പുനരധിവാസം ഉറപ്പുവരുത്തുക. ഇന്ത്യ വിഭജനത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള അഭയാർത്ഥികളുടെ പുനരധിവാസം ഉറപ്പുവരുത്തുക. അതാണ് റീഹാബിലിറ്റേഷൻ ഓഫ് റെഫ്യൂജീസ് ഹു ഹാഡ് മൈഗ്രേറ്റഡ് ഡ്യൂറിങ് പാർട്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു അഭയാർത്ഥികളുടെ പുനരധിവാസം എന്ന് പറയുന്നത് ഫസ്റ്റ് 5 ഇയർ പ്ലാനിൻ്റെ ഒരു എയിമാണ്. ആൻഡ് ദ ലാസ്റ്റ് വൺ പ്രൊമോഷൻ ഓഫ് ഇക്വിറ്റി ആൻഡ് സോഷ്യൽ ജസ്റ്റിസ്. പ്രൊമോഷൻ ഓഫ് ഇക്വിറ്റി ആൻഡ് സോഷ്യൽ ജസ്റ്റിസ്. ഇത്രയുമാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം വെച്ചിട്ടുള്ള കാര്യങ്ങൾ. അതിലെ ഏറ്റവും മേജർ ആയിട്ടുള്ളത് അഗ്രികൾച്ചർ ആൻഡ് ഇറിഗേഷൻ ആണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ എയിം എന്തെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി ഒരു കാർഷിക പദ്ധതി ആയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതുകൂടാതെ മറ്റുള്ള എയിംസും കൂടി നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആയിട്ട് ചോദിക്കാം. ഈ റീഹാബിലിറ്റേഷൻ അല്ലെങ്കിൽ ഇന്ത്യ വിഭജനത്തെ
തുടർന്ന് വന്നിട്ടുള്ള അഭയാർത്ഥികളുടെ കാര്യങ്ങൾ പറയുന്നത്, സോഷ്യൽ ജസ്റ്റിസിനും ഇക്വിറ്റിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ്, പ്രൈസ് സ്റ്റെബിലൈസേഷൻ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള പഞ്ചവത്സര പദ്ധതി ഏതാണ്, ഇങ്ങനെ പല രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വരും. അതുകൊണ്ട് കൃത്യമായിട്ട് ഈ എയിംസ് അഗ്രികൾച്ചർ മാത്രമല്ല, അഗ്രികൾച്ചറും ഇറിഗേഷനും മാത്രമല്ല മറ്റുള്ള എയിംസും കൂടി നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുകയും എല്ലാ പഞ്ചവത്സര പദ്ധതികളും പഠിച്ചു കഴിയുമ്പോൾ ഓരോന്നും ഏതിലാണ് എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുകയും വേണം. അപ്പോൾ ഇത്രയുമാണ് അതിന്റെ എയിം എന്ന് പറയുന്നത്. ഇനി ഒന്നാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നത് ഹരോൾഡ് ഡോമർ മോഡൽ എന്നാണ്. എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ഹരോൾഡ് ഡോമർ മോഡൽ. ഫസ്റ്റ് 5 ഇയർ പ്ലാനിന് പറയുന്ന മറ്റൊരു പേരാണ് ഹരോൾഡ് ഡോമർ മോഡൽ. ഇനി എന്താണ് ഈ ഹരോൾഡ് ഡോമർ മോഡൽ എന്ന് കൂടി നമുക്ക് നോക്കാം. ഒരു ബ്രിട്ടീഷ് ഇക്കണോമിസ്റ്റ് ആയിരുന്നു സർ റോയ് ഹരോൾഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു അമേരിക്കൻ ഇക്കണോമിസ്റ്റ് ആയിരുന്നു യുസി ഡോമർ എന്ന് പറയുന്നത്. അപ്പോൾ 2 ഇക്കണോമിസ്റ്റുകളുടെ ഒരു ഐഡിയയാണ് ഈ ഹരോൾഡ് ഡോമർ മോഡലിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്ത വർക്ക്, അത് ഇക്കണോമിക് ഗ്രോത്തും ഇൻവെസ്റ്റ്മെൻറ്റ് സേവിങ്സ് ഇതിനെല്ലാം കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു വർക്കായിരുന്നു. അപ്പോൾ ഈ 2 പേരുടെ വർക്കിനെയും നമ്മുടെ ബ്രിട്ടീഷ് ഇക്കണോമിസ്റ്റ് ആയിട്ടുള്ള സർ റോയ് ഹരോൾഡിന്റെ വർക്കും അതുകൂടാതെ അമേരിക്കൻ ഇക്കണോമിസ്റ്റ് ആയിട്ടുള്ള യുസി ഡോമറുടെ വർക്കും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഇക്കണോമിക് ഗ്രോത്ത് മോഡലാണ് നമ്മൾ ഒന്നാം പഞ്ചവത്സര പദ്ധതിക്കായിട്ട് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഇപ്പോൾ ഈ മോഡൽ പറയുന്ന പേര് ഹരോൾഡ് ഡോമർ ഗ്രോത്ത് മോഡൽ എന്നാണ്. ഹരോൾഡ് ഡോമർ ഗ്രോത്ത് മോഡൽ. ഹരോൾഡ് ഒരാള്, ഡോമർ മറ്റൊരാള്. ഹരോൾഡ് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഇക്കണോമിസ്റ്റും ഡോമർ എന്ന് പറയുന്നത് അമേരിക്കൻ ഇക്കണോമിസ്റ്റുമായിരുന്നു. അവർ 2 പേരും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള വർക്ക് അതിനെ കമ്പൈൻ ചെയ്ത് ഹരോൾഡ് ഡോമർ ഗ്രോത്ത് മോഡൽ എന്നുള്ള ഒരു വർക്ക് മോഡൽ കൊണ്ടുവരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിക്കുകയും ചെയ്തു. ഇനി ഈ മോഡലിൽ പറയുന്നത് എന്താണ്? ഇറ്റ് സജസ്റ്റ് ദാറ്റ് in order to achieve higher growth rate, നമ്മുടെ ഗ്രോത്ത് റേറ്റ് അല്ലെങ്കിൽ വളർച്ചാ നിരക്ക് കൂടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? A country must increase its savings and investment rates. അപ്പോൾ ഗ്രോത്ത് റേറ്റ് കൂടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കയ്യിലുള്ള സേവിങ്സിൻ്റെ അളവ് കൂട്ടണം, ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റേറ്റ് കൂട്ടണം. ദിസ് വിൽ ലീഡ് ടു ആൻ ഇൻക്രീസ് ഇൻ ദ ക്യാപിറ്റൽ സ്റ്റോക്ക്. നമ്മുടെ കയ്യിൽ സേവിങ്സ് കൂടുതലായിട്ട് വരികയും അതിനെ നമ്മൾ നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ക്യാപിറ്റൽ സ്റ്റോക്ക് അല്ലെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് കൂടുന്നു. എ ഹയർ ക്യാപിറ്റൽ സ്റ്റോക്ക് വിൽ ദെൻ ബൂസ്റ്റ് ഇക്കണോമിക് ഗ്രോത്ത്. അപ്പോൾ ഒരു ക്യാപിറ്റൽ സ്റ്റോക്ക് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുമ്പോൾ അത് എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നു? ഇക്കണോമിക് ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യുന്നു. ഈ ഒരു കാര്യം, നമ്മുടെ കയ്യിൽ സേവിങ്സ് കൂടുതൽ വേണം, ഇൻവെസ്റ്റ്മെൻറ്റ് റേറ്റ് കൂടുതലായിരിക്കണം. അങ്ങനെയാണെങ്കിൽ അതുവഴി നമുക്ക് ഇക്കണോമിക് ഗ്രോത്ത് അച്ചീവ് ചെയ്യാം എന്ന് പറയുന്ന ഒരു മോഡലാണ് ഹരോൾഡ് ഡോമർ മോഡൽ എന്ന് പറയുന്നത്. ഈ ഒരു മോഡലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫസ്റ്റ് 5 ഇയർ പ്ലാൻ രൂപീകരിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ നടപ്പിലാക്കിയിട്ടുള്ളത്. ഇനി ഹരോൾഡ് ഡോമർ മോഡൽ എന്തിന് ഹെൽപ്പ് ചെയ്യുന്നു? ഇക്കണോമിക് ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്നു. ഇക്കണോമിക് ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്നു. അവിടെ പറയുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? സേവിങ്സ്, ഇൻവെസ്റ്റ്മെൻറ്റ്, ഇക്കണോമിക് ഗ്രോത്ത്. പോയിന്റ്സ് ഓർത്ത് വയ്ക്കുക. ഇനി നമുക്ക് നമ്മുടെ 5 ഇയർ പ്ലാനിലേക്ക് വരാം. ഫസ്റ്റ് 5 ഇയർ പ്ലാൻ എന്ന് പറയുന്നത് ഡ്രാഫ്റ്റ് ചെയ്തത് KN രാജാണ്. KN രാജ്. അപ്പോൾ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ഡ്രാഫ്റ്റ് തയ്യാറാക്കിയത് അല്ലെങ്കിൽ കരട് രൂപരേഖ തയ്യാറാക്കിയത് KN രാജ് എന്നുള്ള ഒരു എക്കണോമിസ്റ്റ് ആയിരുന്നു. അതുകൂടാതെ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയത് ആരെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിലും KN രാജാണ്. അപ്പോൾ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കരട് രൂപരേഖ തയ്യാറാക്കിയത് അല്ലെങ്കിൽ ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്തത്, ആമുഖം പ്രിപ്പയർ ചെയ്തത്, ഇത് രണ്ടും KN രാജാണ്. അദ്ദേഹം ഒരു ഇക്കണോമിസ്റ്റ് ആണ്. അതുകൂടാതെ KN രാജ് എന്ന് പറയുന്നത് ഒരു മലയാളിയായിട്ടുള്ള ഒരു സാമ്പത്തിക വിദഗ്ധനായിരുന്നു ഈ KN രാജ്. അദ്ദേഹത്തിന് ഈ ഒരു 5 ഇയർ പ്ലാനിന്റെ ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് 26 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത്രയും പ്രഗത്ഭനായിട്ടുള്ള ഒരു ഇക്കണോമിസ്റ്റ് ആയിരുന്നു KN രാജ്. ഒരു മലയാളിയായിരുന്നു എന്നാണ് പ്രത്യേകമായിട്ട് ഓർത്ത് വെക്കേണ്ട കാര്യം. ഇനി ഇത് പ്രസന്റ് ചെയ്തത് ആരാണ്? നമ്മുടെ ആ ഒരു സമയത്തെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ജവഹർലാൽ നെഹ്റു ആയിരുന്നപ്പോൾ നെഹ്റു പ്രസന്റ് ചെയ്തു. ഫസ്റ്റ് 5 ഇയർ പ്ലാൻ പ്രസന്റ് ചെയ്തത് ആരാണ്? നെഹ്റു ആണ്. അതിന്റെ ഡ്രാഫ്റ്റ് തയ്യാറാക്കിയത് അല്ലെങ്കിൽ ആമുഖം തയ്യാറാക്കിയത് ആരായിരുന്നു? KN രാജ് ആയിരുന്നു. എക്കണോമിസ്റ്റ് ആയിരുന്നു. അതിലുപരി അദ്ദേഹം ഒരു മലയാളി ആയിരുന്നു. ഇനി ആ ഒരു സമയത്ത് ഈ ഫസ്റ്റ് നമ്മുടെ പ്ലാനിംഗ് കമ്മീഷന്റെ ചെയർമാൻ എന്ന് പറയുന്നത് എപ്പോഴും ആരായിരുന്നു? പ്രധാനമന്ത്രി ആയിരുന്നു. പ്രൈം മിനിസ്റ്റർ ആണ് പ്ലാനിംഗ് കമ്മീഷന്റെ ചെയർമാൻ എന്ന് നമ്മൾ കണ്ടിരുന്നു. ആ ഫസ്റ്റ് 5 ഇയർ പ്ലാനിന്റെ സമയത്ത്
സമയത്തെ പ്രൈം മിനിസ്റ്റർ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അപ്പോൾ അദ്ദേഹമായിരുന്നു പ്ലാനിംഗ് കമ്മീഷൻ ചെയർമാൻ. ഇനി ഡെപ്യൂട്ടി ചെയർമാൻ ആരാണെന്നും കൂടി അറിയണ്ടേ. ഫസ്റ്റ് 5 ഇയർ പ്ലാന്റെ ടൈമിൽ പ്ലാനിംഗ് കമ്മീഷൻ ഡെപ്യൂട്ടി ചെയർമാൻ ഗുൽസാരിലാൽ നന്ദയായിരുന്നു. ഗുൽസാരിലാൽ നന്ദ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. 3 പേര് പഠിച്ചു. KN രാജ ഡ്രാഫ്റ്റും ഇൻട്രൊഡക്ഷനും പ്രിപ്പയർ ചെയ്തു. ഇക്കണോമിസ്റ്റ് ആയിരുന്നു, മലയാളിയായിരുന്നു. പ്രസന്റ് ചെയ്തത് നെഹ്റു ആയിരുന്നു ആ സമയത്തെ പ്ലാനിംഗ് കമ്മീഷൻ ചെയർമാൻ. ഡെപ്യൂട്ടി ചെയർമാൻ ഫസ്റ്റ് 5 ഇയർ പ്ലാന്റെ സമയത്തെ ഡെപ്യൂട്ടി ചെയർമാൻ ഗുൽസാരിലാൽ നന്ദ. ഇനി KN രാജ് പറയുന്ന ഒരു കാര്യമാണ്, ഒരു കോട്ടാണ്, അത് ഓർത്ത് വയ്ക്കുക. ചോദിക്കാം, ഇത് തന്നിട്ട് ഇത് ആരാണ് അല്ലെങ്കിൽ ഇത് ആരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് എന്ന് ചോദിക്കാം. KN Raj advocated a cautious growth path, arguing that India should hasten slowly to avoid inflation and instability. Hasten slowly എന്നുള്ള ഒരു ടേമാണ് KN രാജ് ഇന്ത്യയുടെ ആ ഒരു ഗ്രോത്തിനെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ hasten slowly എന്നുള്ള ഒരു ടേം തന്നിട്ട് ഇത് ആരുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നു? KN രാജാണ്. അല്ലെങ്കിൽ ഈ ഒരു കോട്ട് ഇങ്ങനെ തന്നിട്ട് ആരാണ് ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇക്കണോമിസ്റ്റ് എന്ന് ചോദിക്കാം. KN രാജാണ്. ഹേസൻ സ്ലോയിലി എന്ന് പറയുന്നത് KN രാജുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ടേമാണ്. ആ സമയത്ത് അവരുടെ ടാർഗറ്റ് ഗ്രോത്ത് റേറ്റ് ഈ 5 ഇയർ പ്ലാനിലൂടെ അല്ലെങ്കിൽ ഈ ഒരു 1ാം പഞ്ചവത്സര പദ്ധതിയിലൂടെ നമ്മൾ 5 വർഷത്തിനുള്ളിൽ അച്ചീവ് ചെയ്യണം എന്ന് പറഞ്ഞ അവരൊരു ടാർഗറ്റ് ഗ്രോത്ത് റേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് 2.1% ആയിരുന്നു. 2.1% ടാർഗറ്റ് ഗ്രോത്ത് റേറ്റ് ആയിരുന്നു മുന്നിൽ കണ്ടത്. പക്ഷേ അച്ചീവ് ചെയ്തിട്ടുള്ള ആ ഒരു ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് 3.6% ആയിരുന്നു. 3.6% ഗ്രോത്ത് റേറ്റ് അച്ചീവ് ചെയ്യാനായിട്ട് അവർക്ക് സാധിച്ചു. ചോദിക്കാം എക്സാമിന്, ഫസ്റ്റ് 5 ഇയർ പ്ലാനിന്റെ ഗ്രോത്ത് റേറ്റ്, ടാർഗറ്റ് ഗ്രോത്ത് റേറ്റ് എത്രയായിരുന്നു? 2.1%. ആക്ച്വൽ എത്രയായിരുന്നു? 3.6%. ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തരാം. ഇവിടെ 2.1%നും 3.6%നും ഒക്കെ പകരം വേറെ ഏതെങ്കിലും എമൗണ്ടുകളൊക്കെ തന്നിട്ട് ഇതായിരുന്നു അല്ലെങ്കിൽ ഇത് ശരിയാണോ, കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണ് എന്ന് സെലക്ട് ചെയ്യുക എന്നുള്ള രീതിയിലൊക്കെ വരാം. അതുകൊണ്ട് ഓർത്ത് വെക്കുക, 2.1% ടാർഗറ്റ്, അച്ചീവ് ചെയ്തത് 3.6% ആയിരുന്നു. പ്രസന്റ് ചെയ്തത് നെഹ്റു ആയിരുന്നു. ഗുൽസാരിലാൽ നന്ദയായിരുന്നു ഡെപ്യൂട്ടി ചെയർമാൻ. KN രാജ് ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്തു, ഇൻട്രൊഡക്ഷൻ പ്രിപ്പയർ ചെയ്തു. ഇനി നമുക്ക് ഫസ്റ്റ് 5 ഇയർ പ്ലാനിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. മേജർ ഡാംസ് എല്ലാം ഈ ഒരു ഫസ്റ്റ് 5 ഇയർ പ്ലാനിലൂടെയായിരുന്നു ചെയ്തത്. മേജർ ഡാംസ് എന്ന് പറയുന്നത് ഏതാണ്? ഫസ്റ്റ് 5 ഇയർ പ്ലാൻസിൽ നമുക്ക് ഏതൊക്കെയാണ് ആ ഡാംസ് എന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് 5 ഇയർ പ്ലാനിലൂടെ നിർമ്മിച്ചിട്ടുള്ള മേജർ ഡാംസ് ഏതൊക്കെയാണ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ ബക്രാനങ്കൽ ഡാം. ബക്രാനങ്കൽ ഡാം ആണ് ഒന്നാമത്തെ ഡാം എന്ന് പറയുന്നത്. സത്ലജ് നദിയിലായിരുന്നു ഇത് ഉണ്ടായിരുന്നത്. 2 സംസ്ഥാനങ്ങളിലായിട്ട് അല്ലെങ്കിൽ 2 സ്റ്റേറ്റ്സിലായിട്ടായിരുന്നു ഇത് ഉണ്ടായിരുന്നത്. ഹിമാചൽ പ്രദേശ് ആൻഡ് പഞ്ചാബ്. ബക്രാനങ്കൽ ഡാം എന്ന് പറയുന്നത് റിവർ ഏതാണ്? സത്ലജ് ആണ്. സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് ഹിമാചൽ പ്രദേശും പഞ്ചാബുമാണ്. ഇതെന്താണ്? ലാർജസ്റ്റ് സിംഗിൾ പ്രൊജക്ട് ഫോർ ഇറിഗേഷൻ, ഫ്ലഡ് കൺട്രോൾ ആൻഡ് പവർ ജനറേഷൻ. നമ്മുടെ 1ാം പഞ്ചവത്സര പദ്ധതിയുടെ എയിം എന്ന് പറയുന്നത് എന്താണ്? അഗ്രികൾച്ചർ ആണ്. അഗ്രികൾച്ചർ ആൻഡ് ഇറിഗേഷൻ ആണ്. അതുകൊണ്ട് തന്നെ ബക്രാനങ്കൽ ഡാമിനെ നമുക്ക് എന്തുമായിട്ട് അവരുടെ ആ ഒരു പ്രോജക്റ്റ് എന്തിനൊക്കെയാണ് എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. ഇറിഗേഷൻ, ഫ്ലഡ് കൺട്രോൾ, പവർ ജനറേഷൻ. 1ാം പഞ്ചവത്സര പദ്ധതിയിൽ ബക്രാനങ്കൽ ഡാം നിർമ്മിച്ചു. സത്ലജ് റിവറിലായിരുന്നു. ഹിമാചൽ പ്രദേശും പഞ്ചാബും കൂടിയാണ്, പഞ്ചാബിലായിട്ടാണ് ഇത് വരുന്നത്. അവിടുത്തെ എയിം എന്ന് പറയുന്നത് ഇറിഗേഷൻ, ഫ്ലഡ് കൺട്രോൾ ആൻഡ് പവർ ജനറേഷൻ ആണ്. ഇനി ഇനാഗ്രേറ്റ് ചെയ്തത് നെഹ്റു ആണ് 1952. ഇപ്പോൾ 1952 ബക്രാനങ്കൽ ഡാം നിർമ്മാണത്തിന് ഇനാഗ്രേഷൻ അല്ലെങ്കിൽ ആരാണത് അതിന് തുടക്കം കുറിച്ചത്? നെഹ്റു ആണ്. അതിനുശേഷം 1963 ആയപ്പോഴാണ് ഇതിന്റെ നിർമ്മാണം പൂർത്തിയായത്. അടുത്ത പഞ്ചവത്സര പദ്ധതി ആയപ്പോഴാണ് ഇതിന്റെ ആ നിർമ്മാണം പൂർത്തിയായത് എന്ന് പറയാം. പക്ഷേ ഇതിന്റെ തുടക്കം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇനാഗ്രേഷൻ എന്ന് പറയുന്നത് 1ാം പഞ്ചവത്സര പദ്ധതി പ്രകാരം ആയിരുന്നു 1952. 1963 ഇത് കംപ്ലീറ്റ് ചെയ്തു. അടുത്ത ഡാം എന്ന് പറയുന്നത് ഹിരാക്കുഡ് ഡാം ആണ്. ഒഡീഷയിലാണ്. ഹിരാക്കുഡ് ഡാം എന്ന് പറയുന്നത് എവിടാണ്? ഒഡീഷ. റിവർ ഏതാണ്? മഹാനദി. ഹിരാക്കുഡ് ഡാം, ഒഡീഷ, റിവർ മഹാനദി. നെക്സ്റ്റ് വൺ ദാമോദർ വാലി പ്രോജക്റ്റ്. ദാമോദർ വാലി പ്രോജക്റ്റ് 2 സ്റ്റേറ്റ്സിലായിട്ടാണ്. വെസ്റ്റ് ബംഗാൾ ആൻഡ് ജാർഖണ്ഡ്. വെസ്റ്റ് ബംഗാൾ ആൻഡ് ജാർഖണ്ഡ് റിവർ പേരിൽ തന്നെയുണ്ട്. ദാമോദർ നദിയിലാണ്. ഇന്ത്യയുടെ ആദ്യത്തെ മൾട്ടി പർപ്പസ് റിവർ വാലി പ്രോജക്റ്റ് ആണ്. നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ നദീജല പദ്ധതി എന്നറിയപ്പെടുന്നത് ദാമോദർ വാലി പ്രോജക്റ്റ് ആണ്. 3 എണ്ണം നമ്മൾ കണ്ടിരുന്നു. ഏതൊക്കെയാണ്? ബക്രാനങ്കൽ ഉണ്ടായിരുന്നു, ഹിരാക്കുഡ് ഉണ്ടായിരുന്നു, 3ാമത്
രണ്ടാമത് വന്നത് ദാമോദർ വാലി പ്രൊജക്റ്റ് ആണ്. വെസ്റ്റ് ബംഗാളിലും ജാർഖണ്ഡിലുമായിട്ട് ദാമോദർ നദിയിലാണിത് നിർമ്മിച്ചിട്ടുള്ളത്. മൾട്ടിപർപ്പസ് റിവർ വാലി പ്രൊജക്റ്റ് എന്നാണ് പറയുന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ വിവിധോദ്ദേശ നദീജല പദ്ധതി ഏതാണ്? ദാമോദർ വാലി പ്രൊജക്റ്റ് ആണ്. കൂടാതെ അമേരിക്കയിലെ ടെന്നീസ് വാലി മോഡലിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. അമേരിക്കയിലെ ടെന്നീസ് വാലി മോഡലിൽ നിർമ്മിച്ചിട്ടുള്ള അണക്കെട്ട് ഏതെന്നും ചോദിക്കാം. ഏതാണ്? ദാമോദർ വാലി പ്രൊജക്റ്റ് ആണ്. അമേരിക്കയിലെ ടെന്നീസ് വാലി മോഡലിൽ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ നദീജല പദ്ധതിയാണ് ദാമോദർ വാലി അണക്കെട്ട് എന്ന് പറയുന്നത്. ഈ ഒരു ഡാംസിൻ്റെയൊക്കെ നിർമ്മാണ സമയത്ത് നെഹ്റു പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഡാംസ് ആർ ദ ഗ്രേറ്റസ്റ്റ് ടെമ്പിൾ ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ ഇന്ത്യയിലെ മഹാക്ഷേത്രങ്ങളാണ് ഡാമുകൾ എന്ന് പറഞ്ഞത് ആരാണ്? നെഹ്റു ആണ് പറഞ്ഞത്. ഏത് പഞ്ചവത്സര പദ്ധതി അനുസരിച്ചാണ്? ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആ ഒരു സമയത്താണ് പറഞ്ഞിട്ടുള്ളത്. ഇത്രയുമാണ് ഡാംസിനെ പറ്റിയിട്ട് നമ്മൾ ഓർക്കേണ്ടത്. ഫസ്റ്റ് 5 ഇയർ പ്ലാനിൽ 3 ഡാംസ്, ഫക്ര നങ്കൽ, സത്ലജിൽ, ഹിമാചൽ പ്രദേശ് ആൻഡ് പഞ്ചാബ്. പിന്നെ 1952 ഇനാഗ്രേഷൻ കംപ്ലീറ്റ് ചെയ്തത് 63. അതിൻ്റെ തുടക്കമാണ്, ആ ഒരു നിർമ്മാണത്തിന് തുടക്കം കുറിച്ചു. അതാണ് ഇനാഗ്രേഷനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അത് കംപ്ലീറ്റ് 63. ഹിരാക്കുഡ് ഡാം ഒഡീഷയിലെ മഹാനദിയിലായിരുന്നു. ദാമോദർ വാലി പ്രൊജക്ട് എന്ന് പറയുന്നത് വെസ്റ്റ് ബംഗാളിലും ജാർഖണ്ഡിലുമായിട്ട് ദാമോദർ നദിയിലായിരുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ മൾട്ടിപർപ്പസ് റിവർ വാലി പ്രൊജക്റ്റ് ആയിരുന്നു. അമേരിക്കയിലെ ടെന്നീസ് വാലി മോഡലിൽ നിർമ്മിച്ചിട്ടുള്ള പദ്ധതിയായിരുന്നു. കൂടാതെ ഇന്ത്യയിലെ മഹാക്ഷേത്രങ്ങളാണ് ഡാമുകൾ എന്ന് ഈ ഒരു അവസരത്തിൽ നെഹ്റു പറഞ്ഞിരുന്നു. അപ്പോൾ ഡാംസുമായി ബന്ധപ്പെട്ട് ഫസ്റ്റ് 5 ഇയർ പ്ലാനിൽ ഇത്രയും കാര്യങ്ങളാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. കൃത്യമായിട്ട് ഓർത്തു വെക്കുക. അടുത്തൊരു പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ദ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം ആണ്. കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം CDP ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഏത് പ്ലാൻ അനുസരിച്ചിട്ടാണ്? ഫസ്റ്റ് 5 ഇയർ പ്ലാൻ അനുസരിച്ചാണ്. ഇംപ്ലിമെന്റഡ് ഡ്യൂറിംഗ് ദിസ് പ്ലാൻ ഒക്ടോബർ 2, 1952. ഒക്ടോബർ 2, 1952 CDP ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അന്നത്തെ പ്രത്യേകത എന്താണ്? ഗാന്ധി ജയന്തിയാണ്. അപ്പോൾ ഈ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം ഒക്ടോബർ 2 ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇനി 55 പദ്ധതികൾ എന്നും ഈ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം പറയാറുണ്ട്. 55 പദ്ധതികൾ ഏതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് 5 ഇയർ പ്ലാൻ ആണ്. കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമിനെയാണ് ഈ 55 പദ്ധതികൾ എന്ന പേരിലും പറയുന്നത്. അതൊരു ഗാന്ധി ജയന്തിയുടെ അന്നായിരുന്നു ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എയിംഡ് അറ്റ് ദ ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് ഓഫ് റൂറൽ ഏരിയാസ്. ഇനി റൂറൽ ഏരിയാസിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ് ഈ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. റൂറൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഫോക്കസിങ് ഓൺ അഗ്രികൾച്ചർ, ഹെൽത്ത്, എഡ്യൂക്കേഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എന്താണ്? അഗ്രികൾച്ചർ, റൂറൽ ഏരിയ എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? നമുക്ക് ഫസ്റ്റ് 5 ഇയർ പ്ലാൻ എന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം അല്ലെങ്കിൽ 55 പദ്ധതികൾ എന്ന് പറയുന്നത് 1952 ഒക്ടോബർ 2 അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. റൂറൽ ഏരിയയുടെ ഒരു ഡെവലപ്മെന്റ് ആണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. അവിടുത്തെ ആളുകളുടെ അഗ്രികൾച്ചർ, ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഇതിൻ്റെയൊക്കെ ഒരു ഡെവലപ്മെന്റ് ആണ് ഇതിലൂടെ അവർ എയിം ചെയ്യുന്നത്. ഇറ്റ് വാസ് ദ ഫസ്റ്റ് റൂറൽ ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ് ടേക്കൺ ബൈ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഇനി ഈ റൂറൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആദ്യത്തെ പദ്ധതിയും ഏതാണ്? കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമാണ്. ഇന്ത്യയിൽ റൂറൽ ഏരിയാസിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ആദ്യ പദ്ധതി ഏതാണ്? കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമാണ്. 55 പദ്ധതികൾ എന്നും ഇത് അറിയപ്പെടുന്നു. ഇനി നമ്മുടെ പഞ്ചായത്തി രാജ് സിസ്റ്റം ഇല്ലേ, ബൽവന്ത് റായ് മേത്ത ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു പഞ്ചായത്തി രാജ് സിസ്റ്റത്തിനൊരു ബേസ് ആയിട്ട് പ്രവർത്തിച്ചതും ഈ ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമാണ്. അപ്പോൾ എക്സാമിന് ചോദിക്കാം, പഞ്ചായത്തി രാജ് സിസ്റ്റത്തിന് തുടക്കം കുറിച്ചത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഏത് ഇനിഷ്യേറ്റീവാണ്, ഏത് പദ്ധതിയാണ്? കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം അല്ലെങ്കിൽ 55 പദ്ധതികളാണ് ഈ ഒരു പഞ്ചായത്തി രാജിന് തുടക്കം കുറിച്ചത്. ഇമ്പോർട്ടൻ്റ് ആണ്. ഡാംസിൻ്റെ നിർമ്മാണം, അതിനുശേഷം കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം, റൂറൽ ഏരിയാസിൻ്റെ ഡെവലപ്മെന്റ് എയിം ചെയ്യുന്നു. 1952 ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിലാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. പഞ്ചായത്തി രാജ് സിസ്റ്റത്തിനുള്ള ഒരു അടിത്തറ പാകിയതും ഈ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമാണ്. നെക്സ്റ്റ് വൺ, നാഷണൽ ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാം. കുടുംബാസൂത്രണ പദ്ധതികൾ നിലവിൽ വന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. 1952 നാഷണൽ ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാം അല്ലെങ്കിൽ കുടുംബാസൂത്രണ പദ്ധതി. ലോകത്തിൽ ആദ്യമായിട്ട് കുടുംബാസൂത്രണ പദ്ധതികൾ ആവിഷ്കരിക്കുന്ന രാജ്യവും ഇന്ത്യയാണ്. പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. ലോകത്തിലെ തന്നെ ആദ്യത്തെ ഒരു ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാം ഏത് കൺട്രിയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ഇന്ത്യയാണ്. 1952 ഫസ്റ്റ് 5 ഇയർ പ്ലാനിന്റെ സമയത്താണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയിലാണ് ഈ ഒരു ഫാമിലി പ്ലാനിംഗ് ഒക്കെ
തയ്യാറാക്കിയത്. അതുകൂടാതെ ഇനി ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ആ ഒരു റൂറൽ ഏരിയാസിൽ കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങൾ. പിന്നെയുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം UGC യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ, നമ്മുടെ ഉന്നത വിദ്യാഭ്യാസവുമായിട്ടൊക്കെ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് ഏത് UGC എന്ന് പറയുന്നത്. UGC നിലവിൽ വന്നതും ഫസ്റ്റ് 5 ഇയർ പ്ലാനിൻ്റെ സമയത്താണ്. 1953 ഡിസംബർ 28 1953 ഡിസംബർ 28-നാണ് ഏത് നിലവിൽ വന്നത് UGC നിലവിൽ വന്നത് ബൈ മൗലാന അബ്ദുൽ കലാം ആസാദ്. അപ്പോൾ ആ ഒരു സമയത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു മൗലാന അബ്ദുൽ കലാം ആസാദ്. അദ്ദേഹമാണിത് ഇനാഗുറേറ്റ് ചെയ്തത്. അതിനുശേഷം 1956 UGCക്ക് എന്താണ് ഒരു സ്റ്റാറ്റ്യൂട്ടറി ഓർഗനൈസേഷൻ അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി പവർ കിട്ടി. UGC നിലവിൽ വന്നത് 1953 ഡിസംബർ 28. ഇനി എന്നാണ് UGCക്ക് സ്റ്റാറ്റ്യൂട്ടറി പവർ കിട്ടിയത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 1956 ആണ്. 2 ഇയറും കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഫസ്റ്റ് 5 ഇയർ പ്ലാനിലാണ് UGC നിലവിൽ വന്നത്. മൗലാന അബ്ദുൽ കലാം ആസാദാണത് ഉദ്ഘാടനമൊക്കെ ചെയ്തത്. 53-ലായിരുന്നു. ഇനി ഇതിന് എന്താണ് ഒരു സ്റ്റാറ്റ്യൂട്ടറി പവർ കിട്ടി. സ്റ്റാറ്റ്യൂട്ടറി പവർ കിട്ടിയത് ഏത് ഇയറിലാണ് 1956. അതും എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. എന്നാണ് UGCക്ക് സ്റ്റാറ്റ്യൂട്ടറി പവർ കിട്ടിയത് എന്ന് കൃത്യമായിട്ട് ഈ 2 ഇയറുകൾ ഓർത്ത് വെക്കുക. 1956. ഇനി 5 ഇയർ പ്ലാനിൽ ഫസ്റ്റ് 5 ഇയർ പ്ലാനിൽ അവർ ചെയ്ത അടുത്തൊരു കാര്യമാണ് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് 5 IITs. IITs ഇൻട്രൊഡ്യൂസ് ചെയ്തു. എത്ര എണ്ണമാണ്? 5 IITs ആയിരുന്നു. ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ IIT ഖൊരഗ്പൂർ, ഫോർമലി ഇനാഗുറേറ്റഡ് ഓൺ 18 ഓഗസ്റ്റ് 1951. ഇതായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ IIT എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ IIT നിലവിൽ വന്നത് ഏത് 5 ഇയർ പ്ലാനിലൂടെയാണ്? ഫസ്റ്റ് 5 ഇയർ പ്ലാനിലാണ്. ഇനി ഒരു IIT ആണോ? 5 IITs ആണ് നിലവിൽ വന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് IIT ഖരഗ്പൂർ എന്ന് പറയുന്നത്. 1951 ഓഗസ്റ്റ് 18-നാണത് ഇനാഗുറേറ്റ് ചെയ്തത്. ഇതായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ IIT എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ IIT ബോംബെ 1958, IIT മദ്രാസ് 1959, IIT കാൺപൂർ 1959, IIT ഡൽഹി 1961. ഫസ്റ്റ് 5 ഇയർ പ്ലാൻസിൽ 5 IITs ആണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. അതിൽ ഫസ്റ്റ് വൺ ഖൊരഗ്പൂർ IIT ആണ്. 1951-ലാണ് അത് ഇനാഗുറേറ്റ് ചെയ്തത്. അത് കൂടാതെയുള്ളത് ബോംബെ, മദ്രാസ്, കാൺപൂർ, ഡൽഹി, മറ്റുള്ള 4 IITs നിലവിൽ വന്നു. അപ്പോൾ നമുക്കൊരു ഡൗട്ട് തോന്നാം, ഇതിൻ്റെ ഓരോ ഇയറും തന്നിട്ടുണ്ടല്ലോ. 1958, 59, 59 ആൻഡ് 61 ആണ്. ഫസ്റ്റ് 5 ഇയർ പ്ലാൻ എന്ന് പറയുന്നത് 1951 to 56 ആണ്. അപ്പോൾ നോക്കുമ്പോൾ അടുത്ത ഒരു 5 ഇയർ പ്ലാനിലല്ലേ വരുന്നത്. പക്ഷേ ഈ 5 IITs എന്താണ് കളക്റ്റീവായിട്ട് ഫസ്റ്റ് 5 IITs എന്നാണ് പറയുന്നത്. ഫസ്റ്റ് 5 IITs എന്നാണ് പറയുന്നത്. കാരണം ആദ്യത്തെ ഒരു 5 ഇയർ പ്ലാനിലാണ് ഇതിനെല്ലാം അനുമതി നൽകിയത്. 5 IITs ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തത് 1ാം പഞ്ചവത്സര പദ്ധതി പ്രകാരമാണ്. പക്ഷേ അതിൽ ഒരെണ്ണം മാത്രമാണ് ആ ഒരു ഫസ്റ്റ് 5 ഇയർ പ്ലാനിൻ്റെ ആ ഒരു ടൈം ഫ്രെയിമിൽ നമുക്ക് ഇനാഗുറേറ്റ് ചെയ്യാൻ സാധിച്ചത്. അതിനുശേഷമുള്ളത് സെക്കൻഡ് 5 ഇയർ പ്ലാനിലാണ് ഇതിൻ്റെ ഇനാഗുറേഷൻ കാര്യങ്ങളൊക്കെ നടന്നത്. പക്ഷേ ഇതിനായിട്ടുള്ള അനുമതി കാര്യങ്ങളൊക്കെ എന്താണ് 1ാം പഞ്ചവത്സര പദ്ധതി പ്രകാരം കിട്ടി. അതിൻ്റെ ഒരു നിർമ്മാണം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ 5 ഇയർ പ്ലാൻസിലാണ് ഫസ്റ്റ് 5 ഇയർ പ്ലാൻസിലാണ് ഈ 5 IITs വന്നത് എന്ന് പറയുന്നതിൻ്റെ കാര്യം. അപ്പോൾ ഏതൊക്കെയാണ് അതെന്ന് കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. ഖൊരഗ്പൂർ IIT, ബോംബെ, മദ്രാസ്, കാൺപൂർ ആൻഡ് ഡൽഹി. ഇതാണ് ഫസ്റ്റ് 5 IITs എന്ന് പറയുന്നത്. 1ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് ഇത് നിലവിൽ വന്നത്. ഇനി ഇതിൻ്റെ ഇയർ തന്നിട്ട് ഇത് 2ാം പഞ്ചവത്സര പദ്ധതിയിലാണ് എന്നൊക്കെ പറഞ്ഞ് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ആയിട്ട് ക്വസ്റ്റ്യൻ വരാം. പക്ഷേ അതെല്ലാം തെറ്റാണ്. 1959-ലാണ് എങ്കിലും ഇതെന്താണ് ഫസ്റ്റ് 5 ഇയർ പ്ലാനിൻ്റെ സമയത്ത് സ്റ്റാർട്ട് ചെയ്തതാണ്. അതുകൊണ്ട് ഫസ്റ്റ് 5 ഇയർ പ്ലാനാണ്. മാറിപ്പോകാതെ കൃത്യമായിട്ട് ഓർത്തു വയ്ക്കേണ്ടതുണ്ട്. അതുകൂടാതെ നമ്മുടെ കേരളത്തിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യവും ഫസ്റ്റ് 5 ഇയർ പ്ലാനിൽ വരുന്നുണ്ട്. തോട്ടപ്പള്ളി സ്പിൽവേ. അപ്പോൾ തോട്ടപ്പള്ളി സ്പിൽവേ എന്ന് പറയുന്നത് 1ാം പഞ്ചവത്സര പദ്ധതി പ്രകാരമാണ് നിലവിൽ വന്നിട്ടുള്ളത്. എന്തിനു വേണ്ടിയിട്ടാണ്? കുട്ടനാട് ഡെവലപ്മെന്റ് സ്കീം, കുട്ടനാടിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളതാണ് തോട്ടപ്പള്ളി സ്പിൽവേ എന്ന് പറയുന്നത്. 1954 ഡിസംബർ 5-ന് പട്ടം താണുപിള്ളയാണത് ഉദ്ഘാടനം ചെയ്തത്. 1954 ഡിസംബർ 5 ആരാണ്? പട്ടം താണുപിള്ള
ശേഷമുള്ള കുട്ടനാട് ഡെവലപ്മെന്റ് സ്കീം, തോട്ടപ്പള്ളി സ്പിൽവേ, ഇത്രയും ഓർത്ത് വെക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് PSC എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ. 1951 to 56 ആയിരുന്നു ഇതിൻ്റെ ഒരു കാലാവധി. ആ ഒരു സമയത്തെ പ്ലാനിംഗ് കമ്മീഷൻ ചെയർമാൻ നെഹ്റുവും ഡെപ്യൂട്ടി ചെയർമാൻ ഗുൽസാരിലാൽ നന്ദയുമായിരുന്നു. ഹരോഡ് ഡോമർ മാതൃകയിലായിരുന്നു ഒന്നാം പഞ്ചവത്സര പദ്ധതി ഫോം ചെയ്തത്. ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്തത്, ഇൻട്രൊഡക്ഷൻ പ്രിപ്പയർ ചെയ്തത് KN രാജ് ആയിരുന്നു. എക്കണോമിസ്റ്റ് ആയിരുന്നു, മലയാളിയായിരുന്നു. ഇനി ഹേസൻ സ്ലോയിലി എന്നുള്ള ടൈം KN രാജുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു. 2.1% ടാർഗറ്റ് ഗ്രോത്ത് റേറ്റും അച്ചീവ്ഡ് ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് 3.6%. ബക്രാനങ്കൽ ഡാം, ഹിരാക്കുഡ് ഡാം, ദാമോദർ വാലി പ്രൊജക്ട്സായി ഇത്രയും നിലവിൽ വന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതി അനുസരിച്ചിട്ടായിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ മൾട്ടിപർപ്പസ് റിവർ വാലി പ്രൊജക്ട് ഈ ദാമോദർ വാലി പ്രൊജക്റ്റ് ആയിരുന്നു. അമേരിക്കയിലെ ടെന്നീസ് വാലി പ്രൊജക്റ്റുമായിട്ട് അതിനെ മോഡലായിട്ട് വെച്ചിട്ടായിരുന്നു ദാമോദർ വാലി പ്രൊജക്ട് നിലവിൽ വന്നത്. ഇന്ത്യയിലെ മഹാക്ഷേത്രങ്ങളാണ് ഡാമുകൾ എന്ന് നെഹ്റു അഭിപ്രായപ്പെട്ടു. കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം ഒക്ടോബർ 2, 1952 റൂറൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. പഞ്ചായത്തി രാജിന് ഇതാണ് തുടക്കം കുറിച്ചത്. നാഷണൽ ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാമിൻ്റെ ലോകത്തിൽ ആദ്യമായിട്ട് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവിൽ 1952 നമ്മുടെ ഇന്ത്യ ഇൻട്രൊഡ്യൂസ് ചെയ്തു. UGC നിലവിൽ വന്നു. 1953 56 ഇതിന് സ്റ്റാറ്റ്യൂട്ടറി പവർ കിട്ടി. കൂടാതെ എന്താണ് 5 IITs എസ്റ്റാബ്ലിഷ് ചെയ്തു. ഖൊരഗ്പൂർ IIT ആയിരുന്നു അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്. ബാക്കിയുള്ള IITസിൻ്റെ ഇയർ കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. ഇതുകൂടാതെ തോട്ടപ്പള്ളി സ്പിൽവേ നമ്മുടെ കേരളത്തിലെ കുട്ടനാട് ഡെവലപ്മെന്റ് സ്കീമിൻ്റെ ഭാഗമായിട്ട് 1954 പട്ടം താണുപിള്ള ഇനോഗ്രേറ്റ് ചെയ്തു. ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. കുറേ പഞ്ചവത്സര പദ്ധതികൾ പഠിച്ചു കഴിയുമ്പോൾ ചോദിച്ചിട്ടുണ്ട് എങ്കിലും നമുക്ക് ഓരോന്നും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഇതിൻ്റെ നോട്ട്സൊക്കെ പ്രത്യേകം തയ്യാറാക്കി തന്നെ പഠിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ക്ലാസ് കൺക്ലൂഡ് ചെയ്യുന്നു. അടുത്ത ഒരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.